അതിനെ 2025 കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 5-6 ദിവസമായി ഇല്ലമ്മ? 5 ദിവസമായി 2026 ഈ 2026 ആദ്യത്തെ വീഡിയോ കേട്ടോ നമ്മൾ എടുക്കണത് ഇന്ന്. അതില് ഈ 2020 സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഉമ്മാക്ക് ഒരുപാട് സന്തോഷം കിട്ടി ഇല്ലമ്മ? അതെ മക്കളെ, 2025 കുറെ സന്തോഷവും കുറെ സങ്കടങ്ങളൊക്കെ ഉണ്ടായി, കുറെ ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായി. ഇനിയിപ്പോൾ 2025 കഴിഞ്ഞ് 26 കടന്നപ്പോ തന്നെ ഞാൻ കാലൊടിഞ്ഞ് കിടന്നിട്ടും ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരുന്നു. എന്താന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ഫ്രണ്ട്സുകളുണ്ട്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ കൂട്ടുകാരികളുടെ ഉമ്മമാരാണ്. അവർ നമ്മൾ ആ മക്കളുടെ അമ്മ, ആ മക്കൾക്ക് നമ്മളിമ്മ, അവരെ കുട്ടികൾക്ക് നമ്മൾ ഉമ്മമ്മമാര്, അങ്ങനെ നല്ല ഹാപ്പിയാണ് അവർ. ഈ 2026 1-ാം തീയതി തന്നെ അവരൊക്കെ ഇവിടെ വന്ന് നിന്ന് നല്ല ഹാപ്പിയിൽ 2 ദിവസം ഇവിടെ നിൽക്കുകയൊക്കെ ചെയ്ത് ആദ്യമായിട്ടാവും നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. ഇത്രയും വർഷത്തില് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ന്യൂ ഇയർ ആഘോഷിച്ചത് ഞങ്ങള്. കുട്ടികളും മക്കളും എല്ലാവരുമായിട്ട് വീട് നിറഞ്ഞ കുടുംബക്കാരുടെ പോലെ തന്നെ അവരും. ശരിക്കും പറഞ്ഞാൽ നമ്മള് കുടുംബക്കാരെ തന്നെയാണ്, മക്കളും ഉമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഉമ്മാക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റി അങ്ങനെ ഈ കാലൊടിഞ്ഞോണ്ട്. അല്ലെങ്കിലും വരാറുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അല്ലെങ്കിലും വരാറൊക്കെ ഉണ്ട്. കൊറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് ഒന്ന് എല്ലാവരും പാടെ ഒന്ന് കൂടിയില്ലേ വീട്ടില് നിന്നത്. വീട് രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ എൻ്റെ മക്കളെ വീട് നിറച്ച ആൾക്കാർ, എനിക്ക് നല്ല സന്തോഷം അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ അവര് വരും, പക്ഷെ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. വരും, ഉമ്മനെ കണ്ടിട്ട് പോവും മക്കള്, പിന്നെ അവരെ ഉമ്മമാര് വരും, ഞങ്ങൾ സംസാരിച്ച് പോവും, പിന്നെ അവരെ വീട്ടിൽ ഞങ്ങൾ പോവും, നിൽക്കും ഒക്കെ ചെയ്യാറുണ്ട്. അവള് എത്തിങ്ങാനയിലാണ് കേട്ടോ പഠിച്ചത്. അപ്പൊ ഉമ്മ കാണാനൊക്കെ പോവും അവിടേക്ക്. അവളെ എത്തിങ്ങാനയില് നമ്മൾ കാണാൻ പോകുമ്പോണ്ടല്ലോ മക്കളെ, എൻ്റെ മോള് വരുമ്പോൾ എൻ്റെ മോളെ പ്രായത്തിലുള്ള മക്കൾ തന്നെ എല്ലാവരും വരും. ഞാൻ മാത്രം പോകുമ്പോഴല്ലേ കേട്ടോ, എല്ലാ മക്കളുടെ അമ്മമാര് പോകുമ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ അവരൊക്കെ അപ്പൊ ഫ്രണ്ട്സ് ആവും. അപ്പൊ നമുക്കറിയില്ലല്ലോ എങ്ങനെ എല്ലാ മക്കളെ നമ്മളെ കൂടെ ഒന്ന് കൂടുമെന്ന്. പിന്നെ നമ്മൾ പോകുമ്പോ അവർക്കും കൂടിയുള്ള പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുപോകും. പിന്നെ ഇവള് കുറച്ച് വലുതായതിന് ശേഷം ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോകും. അവിടെ ചോദിച്ചിട്ട് പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇവളെ കൂട്ടുകാരികൾ 1-2 പേര് കൂടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവൾക്ക് എന്താ വാങ്ങി കൊടുക്കണ വെച്ചാൽ അതേപോലെ ആ മക്കൾക്ക് വാങ്ങി കൊടുക്കുക. അതേപോലെ മറ്റുള്ളവരുടെ മാതാപിതാക്കന്മാര് വന്നാൽ അതേപോലെ തന്നെയാണ് അവരെ മക്കളെ കൂട്ടി കൊണ്ടുപോകുമ്പോൾ അതേപോലെ മറ്റുള്ള മക്കളെ. അതാണ് ഞാൻ പറഞ്ഞത്, ആ സമയത്ത് എല്ലാവരും നമ്മുടെ മക്കളാണ്. ഇപ്പോഴും അതേപോലെ തന്നെ കുറേ മക്കൾ തുടരുന്നുണ്ട്. ചിലവരെ പിന്നെ വിളിക്കലും സംസാരിക്കലൊന്നുമില്ല, ചിലർ വിളിക്കും, സംസാരിക്കും, വരും, ഇതുപോലെ കൂടും, സന്തോഷിക്കും ഒക്കെ ചെയ്യും. അതൊക്കെ എനിക്ക് നല്ല സന്തോഷമാണ്. ഇവര് 10-ാം ക്ലാസ് പഠിക്കുന്നവരെ എൻ്റെ മോള് ഒരു എത്തിങ്ങാനയിലായിരുന്നു, എന്നുവെച്ചാൽ കുളപ്പള്ളി ഷൊർണൂർ എത്തിങ്ങാനയിലായിരുന്നു. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആറങ്കോട്ടുകര തലശ്ശേരി എത്തിങ്ങാനയിലായിരുന്നു. ഒരാള് വേറെ എത്തിങ്ങാനയിൽ മാറിയാ അപ്പൊ ഇവരെ കൂട്ടുകാരെ പറയും എനിക്ക് ആ എത്തിങ്ങാനയിൽ പോയാൽ മതിയെന്ന്. അങ്ങനെ ഇവരൊക്കെ പാടെ ഈ എത്തിങ്ങാനയിൽ ഒരു ഗ്യാങ് പോലെ കുളപ്പള്ളി എത്തിങ്ങാനയിൽ നിന്ന് തലശ്ശേരിക്ക് വന്നാൽ എല്ലാരും തലശ്ശേരിക്ക് തന്നെ വരും. അപ്പൊ ഇവരാണ് പുതിയ എത്തിങ്ങാനയിൽ പോകുമ്പോ മറ്റുള്ള കുട്ടികളെ പരിചയപ്പെടാനും ഒന്ന് പിന്നെ കളിക്കാനൊക്കെ ഒരു ടൈം പിടിക്കുമല്ലോ. അപ്പൊ ഇവര് ഒറ്റപ്പെട്ടിരിക്കും. പക്ഷെ ഇവരങ്ങനെയല്ല, ഒറ്റപ്പെടൂല, എല്ലാരും ആ ഗ്യാങ്ങിൽ വരും. മറ്റെത്തിങ്ങാനുണ്ട് ഇവിടെ നിന്ന് അവിടെ അങ്ങനെ പോവും. അന്നൊക്കെ എത്തിങ്ങാനയിൽ ഇവരെ കാണാൻ പോകുമ്പോ ഭക്ഷണം കഴിക്കുന്ന ടൈം ആണെങ്കിൽ എല്ലാ മക്കളും കയ്യെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും. ഉമ്മ എന്തെങ്കിലും കഴിക്കുന്നു. അധികം എത്തിങ്ങാനയിൽ ബിരിയാണിയാ ഉണ്ടാവുക. ചില ദിവസങ്ങൾ മുഖ്യ ദിവസങ്ങളിലും ബിരിയാണിയാ ഉണ്ടാവുക. അപ്പൊ ഉമ്മ വാ ഉമ്മ ബിരിയാണി കഴിക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുപോകും. പിന്നെ അതേപോലെ ചായ കുടിക്കേണ്ട ടൈം ആണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളും നമ്മൾ പോകുന്ന ഉമ്മമാർക്കും ചായയും കടിയും ആ മക്കൾക്ക് കൊടുക്കണം, അതേപോലെ നമുക്ക് വേറെ തരും. മക്കളെ വേറെ ഭക്ഷണം കഴിക്കുന്ന റൂമിൽ തന്നെ അവർക്ക് വിളമ്പി വെച്ച് അവരവിടെ പോയി കഴിക്കും. അപ്പം നമ്മളിവിടെ പിന്നെ
അതേപോലത്തെ അവിടുത്തെ സ്റ്റാഫുകൾ അങ്ങനെ തന്നെയാണ്. ഈ കുട്ടികളെ അമ്മമാർ പോയാൽ നല്ല സ്നേഹത്തോടെ എല്ലാതും അവിടെ എന്തുണ്ടെങ്കിലും ഇവർക്ക് കഴിക്കാനും കൊടുക്കും, നല്ല സ്നേഹത്തോടെ പെരുമാറും. നമ്മളോട് പെരുമാറുന്ന സ്നേഹത്തിൽ തന്നെയാണ് ഈ മക്കളോടും അവർ പെരുമാറും എന്നാണ് നമ്മുടെ വിശ്വാസം. അത് അതേപോലെ തന്നെയാണ്. ഈ യത്തീംഖാനയിൽ എൻ്റെ മക്കൾ പഠിക്കുമ്പോഴുള്ള അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞങ്ങളുടെ മക്കൾ പഠിച്ച കാലത്ത് ഇങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പൊ എങ്ങനെയെന്ന് അറിയില്ല. എന്താ കൊറേ കാലമായല്ലോ അവിടെ പോന്നിട്ട്. ഇപ്പൊ നമ്മളെ കുട്ടികളൊന്നും അവിടെ ആരും പഠിക്കണില്ല, നമുക്കറിയണ മക്കൾ ആരും പഠിക്കണില്ല. പിന്നെ നമ്മൾ കാണാൻ പോയിട്ടുമില്ല അവിടെ എന്താ ഏത് രീതിയിലാന്നൊന്നും ഇപ്പോൾ ഉള്ള വിവരങ്ങളൊന്നും നമുക്കറിയില്ല. പിന്നെ മക്കള് ചിലപ്പോ അവരെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ കാണാൻ പോവും, വരും. അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ പറയും. പക്ഷെ ഇവർക്ക് കുട്ടികളൊക്കെ ആയതിനു ശേഷം അങ്ങനെ പോയിട്ടില്ല. ഒരു പ്രാവശ്യം പോയിരുന്നു, കെറ്റ് വിതറ് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ ഒന്ന് കൂടിയിരുന്നു നമ്മുടെ തലശ്ശേരി യത്തീംഖാനയിൽ. അതേ ഉള്ളു, വേറെ അങ്ങനെ അവിടുത്തെ വിവരങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പൊ പഴയ സ്റ്റാഫുകള് കുറച്ച് പേരുണ്ട്, കുറച്ച് പേര് പോയിട്ടുണ്ട്. പിന്നെ ഏകദേശം ഇവരെ കൂടെ ഉള്ള മക്കളെയൊക്കെ കല്യാണം കഴിഞ്ഞിരിക്കണ്. ഇപ്പോൾ ഉള്ള മക്കളൊക്കെ പുതിയ മക്കളാണ്. അവർക്കും അറിയില്ല, ഇവർക്കും അറിയില്ല. അങ്ങനത്തെ മക്കളാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ പെങ്ങളെ കല്യാണം കഴിഞ്ഞപ്പോ യത്തീംഖാനയിൽ നിന്ന് കുറച്ച് സ്വർണം കിട്ടി അല്ലേ? പിന്നെ മോളെ കല്യാണത്തിന് നമ്മ യത്തീംഖാനയിൽ നിന്ന് കുറച്ച് സ്വർണം കിട്ടി. 5 പവന്റെ സ്വർണം നമ്മുടെ തലശ്ശേരി യത്തീംഖാനയിലുള്ളവർ തന്നിരുന്നു. അത് എനിക്ക് നല്ലൊരു ഹെൽപ്പായിരുന്നു ആ സമയത്ത്. അതെ, അത് കിട്ടിയത് കൊണ്ട് ഞാൻ ഒന്നുകൂടി ഹാപ്പി ആയിരുന്നു. അതേപോലെ മക്കളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ മക്കളെ പോയി ഒരാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴോ ഇങ്ങനെ സമയമില്ലെങ്കിൽ ചിലപ്പോൾ 1 മാസമൊക്കെ പിടിക്കും കേട്ടോ കാണാൻ പോവാൻ. ആ കാണാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എൻ്റെ മക്കളോട് വിളിച്ച് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് അതിനേക്കാളും അവരും ഹാപ്പിയിലിരിക്കും. അവിടെ പോകുമ്പോഴാണ് എല്ലാരും ഒന്നിച്ചിട്ടുണ്ടാവുക. പിന്നെ രാവിലെ മുതൽ അവരിങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും. പിന്നെ കൊളപ്പുള്ളി യത്തീംഖാനയില് യത്തീംഖാനയില് മേലെ ഒരു കുന്നിന്റെ മേലെയാ. ആ കുന്നിന്റെ മേലെ ഇരുന്ന് നോക്കുകയെ ആരൊക്കെയാ വരുന്നതെന്ന്. അപ്പൊ നമ്മൾ ഈ റോട്ടിൽ കൂടി താഴണ്ട് പോകുമ്പോ ഇവര് കാണും. കണ്ടിട്ട് നമ്മളവിടെ ഗേറ്റിന്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇവര് ഗേറ്റിന്റെ അവിടെ വന്ന് കൂടി നിൽക്കും വിളിച്ചിട്ട്. അപ്പൊ അതൊക്കെ അവർക്ക് നല്ല സന്തോഷാണ്. കാണാൻ പോണ ഉമ്മമാര് എന്നെ പോലെയുള്ളവർക്ക് നല്ല ഹാപ്പിയാണ്. എന്താ വെച്ചാ നമ്മുടെ മക്കളെ കാണാനല്ലേ പോണത്, ആ ഒരു ഹാപ്പിയിലായിരിക്കും അന്ന്. പിന്നെ പോയി വന്നിട്ട് അന്ന് മൊത്തം അവരുടെ സ്വപ്നങ്ങളായിരിക്കും. പിന്നെ ലീവിന് വരുമ്പോ പെരുന്നാൾക്ക് സ്കൂള് കൂട്ടുമ്പോ ഒരു 5 ദിവസം 6 ദിവസമൊക്കെ ഉണ്ടാവും. പിന്നെ പെരുന്നാളുകൾക്ക് ഒരു 10 ദിവസമൊക്കെ ഉണ്ടാവും. ചിലപ്പോ 5 ദിവസം 6 ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് വീട്ടുകളിൽ പോയാൽ അവർക്ക് സ്വർഗം കിട്ടിയതുപോലെയാണ്. പിന്നെ അവിടെ ഉള്ള ഈത്തപ്പഴം, മറ്റേ ബിസ്ക്കറ്റ് എന്തൊക്കെയാ കൊണ്ടുവന്ന് തരാന്നറിയോ? ഇവര് വീട്ടിൽ ലീവ് കിട്ടുമെന്ന് അറിഞ്ഞാ ഇവര് ഒരാഴ്ചക്ക് മുന്നേ ഇവർക്ക് തിന്നാൻ കൊടുക്കണതൊക്കെ ഒളിച്ചൊളിച്ച് കൊണ്ട് ബാഗിൽ കൊണ്ട് കൂട്ടി വെക്കും. ഇത്ര മിഠായി ഉണ്ടാവും, 5-6 പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാവും, അതേപോലെ ഈത്തപ്പഴം ഉണ്ടാവും. അവിടെ എന്തൊക്കെ ഇവർക്ക് തിന്നാൻ കൊടുക്കണം അതൊക്കെ ഉണ്ടാവും. ഒരാഴ്ചക്ക് മുന്നേ ഉള്ളതൊക്കെ അങ്ങനെ കൂട്ടി വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് എല്ലാരും കൂടിയിട്ട് തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ കൊണ്ടുവരുന്നത്. അതൊക്കെ നോക്കുമ്പോ നമ്മുടെ മക്കൾക്കൊക്കെ ആ സമയത്തൊക്കെ ഓർക്കാനും ഓർത്തിരിക്കാനൊക്കെ ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ടാവും. ഈ മിഠായി കൊണ്ടുവരുന്നതും ബിസ്ക്കറ്റ് കൊണ്ടുവരുന്നതും ഇവിടെ വന്ന് തല്ലുകൂടി പോണതും. പിന്നെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ മോളെ പിന്നെ കൊണ്ടാക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും. അത് എൻ്റെ മോള് മാത്രമല്ല കേട്ടോ മക്കളെ, എല്ലാ മക്കളും അങ്ങനെ തന്നെയാണ്. അവർ പോകുമ്പോൾ കരഞ്ഞ് നിലവിളിച്ചിട്ടാ പോവുക. ഇവളൊക്കെ കരയുമ്പോൾ എനിക്ക് ഉള്ളിൽ കരച്ചു വരും. പക്ഷെ ഉമ്മമാരത് കാണിക്കൂല. അത് അവർ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ കൊണ്ടുവിടും. ഒരു സേഫ്റ്റിക്കും കൂടിയാണ് അവിടെ ഇവരെ യത്തീംഖാനയിൽ കൊണ്ടാക്കുന്നത്. അപ്പം ആ സങ്കടത്തിലായിരിക്കും അന്ന് കൊണ്ടുവിട്ടിട്ട് വരുന്ന ദിവസം. കണ്ടുകൊണ്ട് വരുമ്പോൾ സന്തോഷമായിരിക്കും, തിരിച്ച് കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ നല്ല സങ്കടമായിരിക്കും. അതിപ്പോൾ അവർക്കും അങ്ങനെ തന്നെയാവും. അവർക്ക് അങ്ങനെ തന്നെയാണ്. 2 ദിവസം പിന്നെ എല്ലാവരും വരുമല്ലോ.
വന്നു കഴിഞ്ഞാൽ പിന്നെ പഴയതുപോലെ ഹാപ്പി ആവും അവർ. പിന്നെ ഞായറാഴ്ച ദിവസമൊക്കെ ഇവർ ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും. ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പറയാം ഇനി അടുത്തത് എന്നെ വിളിക്കുമെന്ന്. ഫോൺ വിളിക്കണത് ഓഫീസിൽ നമ്മൾ വിളിക്കുക, ഓഫീസിൽ വിളിച്ചാൽ അവിടെ ഓഫീസിൻ്റെ ഫോണ് ഇവർ പഠിക്കണടുത്ത് കണക്റ്റ് കൊടുത്തിട്ടുണ്ടാവും ഹോസ്റ്റലിൽ. അപ്പോൾ അവിടെ വാടന്മാരെടുത്തു കൊടുക്കും ഫോണ്, ഇന്ന ആളുകൾ ഫോൺ വന്നിക്കണമെന്ന്. ഫോണ് വന്നിക്കണമെന്ന് വിളിച്ചാണ്ടല്ലോ ഈ കിളികൾ പാറുമല്ലോ, അതേപോലെ മക്കൾ 2-3 തട്ടിൻ്റെ മേലെയാണ് ഇവരിക്കണത്. അവിടെ നിന്ന് ഇങ്ങനെ പാറി വരും ഫോണ് വന്നേ പറഞ്ഞിട്ട്. മക്കളെ 2026 തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മോളെ കൂട്ടുകാരികൾ കുറേ പേര് വന്ന് നല്ല സന്തോഷവും ചെയ്ത് ആ ടൈമിൽ തന്നെ പഴയ കാര്യങ്ങൾ കുറേ എങ്ങനെ ഓർത്തെടുത്ത് അതൊക്കെ നിങ്ങളോടും കൂടി പങ്കുവയ്ക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ.